ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും KV സ്മാർട്ട് സ്റ്റഡിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പോകുന്നത് ക്ലാസ് 1ൻ്റെ 5th ചാപ്റ്റർ ആയിട്ടുള്ള മിഠായി എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്റർ ആണ്. അപ്പം നമുക്ക് പാഠത്തിലേക്ക് പോയാലോ. एक दिन गधे का मन മിഠായി ഖാനെ കാ ഹുവ. ഇവിടെ ഗദേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോങ്കി എന്നാണ് അർത്ഥം. ഒരു ദിവസം നമ്മുടെ ഈ ഡോങ്കി കുട്ടിക്ക് കുറച്ച് മധുരം കഴിക്കാൻ തോന്നി. എന്നിട്ട് ഗദ എന്താ ചെയ്തത്? ഗദേനെ അപ്നെ മിത്രോं से कुछ मीठा खाने को मांगा. ഗദ ഓടി ഗദയുടെ കൂട്ടുകാരുടെ അടുക്കലേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, കൂട്ടുകാരെ, എനിക്ക് മധുരം കഴിക്കാൻ തോന്നുന്നു. നിങ്ങൾക്ക് എനിക്ക് എന്തെങ്കിലും മധുരം കഴിക്കാൻ തരാനായിട്ട് പറ്റുമോ എന്ന്. അപ്പം നമ്മുടെ ഗദയുടെ കൂട്ടുകാരനായിട്ടുള്ള ബാലു എന്ന് വെച്ച് കഴിഞ്ഞാൽ കരടി, ബിയർ എന്താ പറഞ്ഞെന്ന് നോക്കിയാലോ. ബാലുനെ കഹാ ഷഹദ് കാലോ. നമ്മുടെ കരടിക്കുട്ടൻ ബിയറുകുട്ടൻ പറയുകയാണ്, ഡോങ്കി, എൻ്റെ അടുക്കല് ദേണ്ട തേനുണ്ട്. ഷഹദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തേനുണ്ട്, നീ അത് കഴിച്ചോളൂ എന്ന്. അപ്പം ഗദേനെ മനാ കർ ദിയ. ഗദയ്ക്ക് തേൻ ഇഷ്ടപ്പെട്ടില്ല. ഗദ പറഞ്ഞു, എനിക്കത് വേണ്ട എന്ന്. എന്നിട്ടോ ഖർഗോഷിനെ കഹ. അപ്പം നമ്മുടെ ഡോങ്കി കുട്ടിയുടെ അടുത്ത കൂട്ടുകാരനായിട്ടുള്ള റാബിറ്റ് പറഞ്ഞു, ഗാജർ കാലോ. ദേണ്ട ഈ സ്വീറ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ക്യാരറ്റ് കഴിച്ചോ എന്ന്. ഗദനെ മനാ കർ ദിയ. നമ്മുടെ ഡോങ്കി കുട്ടൻ വീണ്ടും അത് വേണ്ട എന്ന് പറഞ്ഞു. ചീട്ടീനെ കഹ. അപ്പം നമ്മുടെ ഡോങ്കി കുട്ടൻ്റെ അടുത്ത കൂട്ടുകാരനായിട്ടുള്ള ഉറുമ്പു പറഞ്ഞു, ഗുഡ് കാലോ. ദേണ്ട ഈ ശർക്കര ജഗറി കഴിച്ചോളൂ എന്ന് പറഞ്ഞു. ഗദനെ മനാ കർ ദിയ. അപ്പൊ ഗദ പറഞ്ഞു, വേണ്ട എനിക്കതും വേണ്ട എന്ന്. എന്നിട്ടോ ഹാത്തിനെ കഹ. അപ്പൊ അടുത്ത കൂട്ടുകാരനായിട്ടുള്ള ഹാത്തി, എലിഫന്റ് പറഞ്ഞു, ഗന്ന കാലോ. ശരി, എന്നാ നീ ഈ ഷുഗർ കെയിൻ കരിമ്പ് കഴിച്ചോളൂ എന്ന്. ഗദനെ മനാ കർ ദിയ. പക്ഷെ ഡോങ്കി പറഞ്ഞു, എനിക്ക് ഷുഗർ കെയിൻ ഇഷ്ടമല്ല, എനിക്കത് വേണ്ട എന്ന്. അപ്പം നമ്മുടെ ഗിൽഹരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? അണ്ണാൻ, സ്ക്യൂറിൽ. നമ്മുടെ അണ്ണാൻ പറഞ്ഞു, ആം കാലോ. ശരി, നീ ഈ സ്വീറ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ഈ പഴുത്ത മാങ്ങ കഴിച്ചോളൂ. ഗദേനെ മനാ കർ ദിയ. ഗദ പറഞ്ഞു, എനിക്ക് ഈ മാങ്ങായും ഇഷ്ടമല്ല എന്ന്. ബില്ലി ബോലി. അപ്പോഴാണ് അവിടെ ഇരുന്ന് ഡോങ്കിയുടെ സുഹൃത്തായിട്ടുള്ള ബില്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? ക്യാറ്റ്, പൂച്ച പറഞ്ഞത്. എന്താ പറഞ്ഞേ? ഹൽവായിക്ക് ദുക്കാൻ പറിച്ചല്ലോ. ഹൽവായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീറ്റ്സ് വിൽക്കുന്ന കടക്കാരനാണ്. അപ്പം ഹൽവായിക്ക് ദൂക്കാൻ പറിച്ചല്ലോ. നമ്മുടെ മിഠായി കച്ചവടക്കാരൻ്റെ കടയിലേക്ക് നമുക്ക് പോകാമെന്ന്. ഗദേക്കോ യഹ് ബാത് പസന്തായി. ഈ കാര്യം നമ്മുടെ ഡോങ്കിക്കുട്ടന് ഒരുപാട് ഇഷ്ടമായി. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് സ്വീറ്റ്സ് കിട്ടും. അതിൽ അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങി കഴിക്കാനായിട്ടും പറ്റും. അങ്ങനെ നമ്മുടെ ഈ ഡോങ്കിയുടെ സുഹൃത്തായിട്ടുള്ള ആൻറ്റും ബിയറും റാബിറ്റും സ്ക്യൂറിലും ക്യാറ്റും ഡോങ്കിയും കൂടി സ്വീറ്റ് സെല്ലറിൻ്റെ ഷോപ്പിലേക്ക് പോവുകയാണ്. തബ് സാത്ത് മിഠായി ഖാനെ കെ ലിയെ ചൽ പടേ. എല്ലാവരും കൂടി ഒന്നിച്ച് നമ്മുടെ ഈ ഡോങ്കിയുടെ കൂടെ സ്വീറ്റ് കഴിക്കാനായിട്ട് പോയി. അപ്പം അടുത്ത വീഡിയോയിൽ അടുത്ത പാഠമായിട്ട് വരുന്നിടം വരെ ബൈ, ടേക്ക് കെയർ.